അപ്പോൾ കിഷ്കിന്ധ കാണ്ഡം OTT റിലീസ് ആയിട്ടുണ്ടായിരുന്നല്ലോ. പടം കണ്ടു കഴിഞ്ഞ് മിക്ക ആളുകൾക്കും ഉണ്ടാവുന്ന ഒരു ഡൗട്ട് അല്ലെങ്കിൽ ഒരു സംശയം കാണും. ചച്ചുവിന്റെ ബോഡി എവിടെയായിരിക്കും കുഴിച്ചിട്ടതെന്ന്. ഒരുപക്ഷേ ആ ഒരു സമയത്ത് ജഗദീഷിന്റെ ക്യാരക്ടറുടെ ഹെൽപ്പ് അപ്പോൾ ചോദിച്ചിട്ടുണ്ടാവുമോ? ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. എക്സ്പ്ലനേഷൻ ആണ്. അതുകൊണ്ട് എന്തായാലും സ്പോയിലർ ഉണ്ടാവും. അതുകൊണ്ട് സിനിമ കണ്ടവർ മാത്രം വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നേരെ പോയേക്കാം. അപ്പോൾ ചച്ചുവിന്റെ ബോഡി എവിടെയാണ് എന്ന കാര്യം സിനിമയിൽ എവിടെയും പറയുന്നില്ല. സിനിമ കണ്ടു കഴിഞ്ഞ് നമുക്കൊരു ക്യൂരിയോസിറ്റി വരുമല്ലോ, എവിടെ ആയിരിക്കും എന്നൊക്കെ. അതിന്റെ പോസിബിലിറ്റീസ് ആണ് നോക്കുന്നത്. ഒന്നാമത്തെ പോസിബിലിറ്റി എനിക്ക് തോന്നിയ കാര്യമാണ്, സുമദത്തന് ഇതായിട്ട് വല്ല കണക്ഷൻ കാണുമോ? കാരണം അപ്പുള്ളയുടെയും ജഗദീഷിന്റെ ക്യാരക്ടറും തമ്മിലുള്ള കണക്ഷൻ നല്ല രീതിയിൽ തന്നെ പടത്തിൽ പറഞ്ഞു പോകുന്നുണ്ട്. അന്ന് ആ കുരങ്ങന്റെ ബോഡി കുഴിച്ചിടാൻ സഹായിച്ചതും സുമദത്തനാണ്. സഹായിച്ചെന്നല്ല, ബോഡി കുഴിച്ചിട്ടതും ജഗദീഷിന്റെ ക്യാരക്ടറാണ്. അങ്ങനെയാണെങ്കിൽ ചച്ചു മരിച്ചു കഴിഞ്ഞും ആ ഒരു സഹായം അപ്പുള്ള ചോദിക്കാൻ ചാൻസ് ഇല്ലേ? അങ്ങനെയാണെങ്കിൽ സുമദത്തനായിരിക്കും ചച്ചുവിനെ കുഴിച്ചിട്ടത്. സുമദത്തൻ എവിടെ ആയിരിക്കും കുഴിച്ചിട്ടത്? അതിലൊന്നാമത്തെ പോസിബിലിറ്റി എന്ന് പറയുന്നത് ആ കുരങ്ങനെ കുഴിച്ചിട്ടില്ലേ, ആ ഒരു സ്ഥലത്ത് തന്നെ ആണെങ്കിലോ? കാരണം എന്താണെന്ന് വെച്ചാൽ, ഭാവിയിൽ എന്തേലും പ്രശ്നം വന്ന് ബോഡി കുഴിച്ചിട്ട സ്ഥലത്ത് തന്നെ തിരഞ്ഞു കഴിഞ്ഞാൽ ആദ്യം കിട്ടുന്ന ബോഡി ആ ഒരു കുരങ്ങന്റെ ആയിരിക്കും. ഒരുപക്ഷെ ചച്ചുവിനെ കുഴിച്ചിട്ട് കഴിഞ്ഞ് അത് മണ്ണിട്ട് മൂടി അതിനുശേഷം കുരങ്ങന്റെ ബോഡി കുഴിച്ചിട്ടതെങ്കിൽ എപ്പോഴേലും കുഴിച്ചെടുത്താൽ തന്നെ ആ ഒരു കുരങ്ങന്റെ ബോഡി കിട്ടിക്കഴിഞ്ഞ് പിന്നീട് ആ ഒരു കുഴി തിരയാൻ സാധ്യത വളരെ കുറവാണ്. ആസിഫ് അലി ഭാര്യയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കഴിഞ്ഞ് അപ്പുപിള്ള ചച്ചുവിന്റെ ബോഡി കണ്ടു കഴിഞ്ഞ് എളുപ്പം തന്നെ പാനിക് ആവുന്നുണ്ട്. സുമോത്തനെ വിളിച്ച് കാണും. അങ്ങനെ സുമോത്തനായിരിക്കും ചച്ചുവിന്റെ ബോഡി മറവ് ചെയ്തത്. എൻ്റെ ഒരു തിയറിയാണ്, ഇങ്ങനെ സംഭവിക്കാനും ചാൻസ് ഉണ്ടല്ലോ. സുമോത്തനെ വിളിച്ചിട്ടില്ല എങ്കിൽ അപ്പുപിള്ള ഒറ്റയ്ക്ക് ചെയ്യാനും സാധ്യതയുണ്ട്. പിന്നൊരു പോസിബിലിറ്റി എന്ന് പറയുന്നത്, ഇവർ കോട്ടയംകാരന് വിറ്റ സ്ഥലമില്ലേ, അതിന്റെ അതിരിൽ 2 ആഞ്ഞിലി വെച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പുള്ള തന്നെ അശോകനായിട്ടുള്ള കോൺവെർസേഷനിൽ. ഒരുപക്ഷെ അതിന്റെ താഴെ ആകാനും സാധ്യതയുണ്ട് ചച്ചുവിന്റെ ബോഡി. കാരണം അതിർത്തി ആയതുകൊണ്ട് തന്നെ അവിടെ അങ്ങനെ കുഴിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഒരു കെട്ടിടം പണി വന്നു കഴിഞ്ഞാൽ പോലും അതിർത്തി അത് അങ്ങനെ കുഴി എടുക്കേണ്ട പ്രശ്നവും ഇല്ല. പിന്നെ ആ സ്ഥലം കൊടുത്തിട്ട് ഇവർക്ക് കാശിന്റെ ആവശ്യങ്ങളും തൽക്കാലം ഇല്ല. പിന്നെ എന്തിനായിരിക്കും അത്രയും സ്ഥലം കൊടുത്തത്? ഒരുപക്ഷെ അങ്ങനെ ബോഡി ഉള്ളത് കൊണ്ടിട്ട് തന്നെ ആയിരിക്കാം ആ ഒരു അതിർത്തി തൊട്ട് വിൽക്കാൻ തീരുമാനിച്ചത്. അങ്ങനെ ഒരു റീസൺ കൊണ്ട് തന്നെ ആയിരിക്കാം. ചച്ചു മരിച്ച് 1 വർഷം കഴിഞ്ഞാണ് അപ്പുപിള്ള ആ ഒരു സ്ഥലം കൊടുത്തത്. എല്ലാം കൂടെ കണക്ട് ചെയ്ത് നോക്കുമ്പോൾ മേ ബി ബോഡി ആ ഒരു മരത്തിന് താഴെ ആയിരിക്കാം. എന്തായാലും ഡിഫറൻ്റ് ആയിട്ടുള്ള തിയറീസ് ആണ് എല്ലാവർക്കും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ എനിക്ക് തോന്നിയ 2 തിയറീസ് മാത്രമാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും തിയറീസ് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്ക്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.